ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ്. 2025 ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണത്. അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക. നിങ്ങൾക്കത് ലഗ്നം വെച്ചും എന്ത് ചെയ്യുക ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പം വീഡിയോ അവസാനം വരികയാണ്. ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ അവസാനം കൺക്ലൂഷൻ ഭാഗം ഒന്ന് കണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം, വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അധികം താമസിക്കല്ല, നമുക്ക് വീഡിയോ കിടക്കാം. ജനുവരി മാസഫലം. മേടരാശി. അശ്വതി ഫലിന് കാർത്തിക കാടുന്ന 2 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയാം. അപ്പൊ മേടരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ജനുവരി മാസം 2025 ജനുവരി എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ രാശിനാഥൻ കുജൻ എന്ന് പറയുന്നത് ചൊവ്വ നീചത്തിലും വക്രത്തിലൊക്കെ വരുന്നതാണ്. നമ്മൾ തൊഴിൽ സംബന്ധമാക്കിയായിട്ട് നോക്കിക്കഴിയുകയാണെങ്കിൽ നമുക്ക് 2 വ്യാഴവും വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. ശനി 11 നിൽക്കുന്ന സമയമാണ്. ഈ മാസത്തിൽ പൊതുവെ ബിസിനസ് സംബന്ധമായിട്ട് തൊഴിൽ റിലേറ്റഡ്, നമ്മുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ തടസ്സങ്ങളോ വലിയ വിഘ്നങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് അനുകൂലമായ സാഹചര്യമൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിശ്രമത്തിന് നമുക്ക് കൃത്യമായ ഒരു പ്രതിഫലം, എന്നുവെച്ചാൽ നമ്മൾ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണ്, തൊഴിലൊക്കെ അന്വേഷണം നോക്കുകയാണെങ്കിൽ അതിനെ കൃത്യമായ തൊഴിൽ ഭാഗ്യം, തൊഴിൽ നേട്ടമൊക്കെ നമുക്ക് പറയാൻ സമയമാണ് കേട്ടോ. വലിയ തരത്തിൽ പേടിക്കാനൊന്നുമില്ല. ശനിയോട് ശുക്രൻ ചേർന്ന് നോക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശ്രമത്തിന് ഉറപ്പായിട്ടും എന്താണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ നമുക്ക് അനുകൂലമായി തന്നെ വരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സൂര്യൻ ധനുവിലും മകരത്തിലൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുമ്പോൾ പ്രൊമോഷനൊക്കെ അർഹതയായിട്ടുള്ളവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗമുണ്ട്. ഇത്ര നാളും പ്രൊമോഷൻ ഡിലേ ഒക്കെ ആയിട്ട് കിടക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി പ്രൊമോഷനിലേക്ക് എത്താനൊക്കെ അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്ന സമയമാണ്. വ്യാഴം 2-ലും ശുക്രൻ 11 നിൽക്കുന്ന സമയം നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാസമായിട്ട് നമുക്ക് കാണാവുന്ന മാസമാണ്. സാമ്പത്തികമായിട്ട് നോക്കിയാൽ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു വരവ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുള്ള വരവിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായാലും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ. വലിയ രീതിയിൽ പേടിക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല അനുകൂലമായ സമയമാണ്. ബുധൻ വൃശ്ചികത്തിൽ വരുന്ന സമയമൊക്കെയാണ്. 4 ധനുവിലും അതിനുശേഷം 24 മകരത്തിലേക്ക് ബുധൻ ആദ്യത്തെ യോഗമൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വരെയും പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കണം. വേണ്ട ഇത് കൃത്യമായിട്ട് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ജനുവരി 2025 എന്ന് പറയുന്നത് കേട്ടോ. വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള മേടരാശി ജനിച്ച ഒക്കെ ലഗ്നവും ചന്ദ്രാളെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. രണ്ടും നോക്കുന്ന അനുകൂലമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ഫാമിലി, കുടുംബം, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. പ്രണയികളായാലും പോലും അവർക്ക് വീട്ടിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനോ അതിനൊക്കെ അനുകൂലമായ ഒരു സമയമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ചെറിയ പേടിയൊക്കെ കുടുംബത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു പേടി, ഭയം, നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും അനുകൂലമാണെങ്കിൽ പോലും നമുക്ക് ചെറിയ പേടി, ഒരു സെൽഫ് ഡൗട്ട് ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോയിട്ടും പൊതുവെ നോക്കിയാൽ കുടുംബ സംബന്ധമായിട്ട് നോക്കിയാലും ഫാമിലി റിലേറ്റഡാക്കി നോക്കിയാലും അനുകൂലമായ സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും അനുകൂലമായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഒന്ന് എടുത്തു പറയുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത പല കാര്യങ്ങൾക്കും ഇപ്പം അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. പലതും നമ്മൾ കുടുംബത്തിന് വേണ്ടി ചെയ്തത്, പക്ഷെ അവരെന്താണ് ഇത് നിന്റെ കടമയാണെന്ന് ചിന്തിക്കാതെ ഇതൊക്കെ ചെയ്ത് അപ്പം അതിനൊരു അപ്രിസിയേഷൻ, ഒരു അഭിനന്ദനങ്ങളൊക്കെ കിട്ടാനും അത് നിങ്ങളെ ഒന്ന് അവരെന്ത് ചെയ്യാനും കുറച്ചുകൂടി ഒന്ന് അംഗീകരിക്കാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും, എന്നുവെച്ചാൽ നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ശല്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രഹങ്ങളും നിൽപ്പില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വലിയ രീതിയിൽ ആരോഗ്യ സംബന്ധമായിട്ട് ഭയമൊന്നും വേണ്ട. സോ നിങ്ങൾ ആ ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. കൃത്യമായിട്ട് പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ എക്സസൈസ്, നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആരോഗ്യ സംബന്ധമാക്കി വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല കേട്ടോ. അതുപോലെ തന്നെ ഇച്ചിരി മുതിർന്ന ഒരു 55+ കാറ്റഗറി 60+ കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിശ്രമം
അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിന് വേണ്ടി ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സ്ഥലം മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കായെങ്കിൽ നിങ്ങൾക്കത് അനുകൂലമായ ഒരു മാസം തന്നെയാണ്, നല്ല മാസം തന്നെയാണ്. പൊതുവെ നിങ്ങളുടെ കാര്യത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ശാന്തമായ ഒരു ജീവിതം നയിക്കുവാൻ, സന്തോഷമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം മുന്നോട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ജനുവരി മാസം എന്ന് പറയുക, 2025 എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേടരാശിക്കാരൻ ശ്രദ്ധിക്കേണ്ട കാര്യം, കുജൻ വക്രത്തിൽ വരുന്ന സമയത്ത് എന്താണ്, ചില നിമിഷത്തിൽ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളല്ല നമ്മുടെ തലയിൽ ചിന്തകളായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത അനാവശ്യമായ അൺവാണ്ടഡ് തോട്ട്സിൽ അനാവശ്യമായ ചിന്തകളായിരിക്കും, ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമുക്കറിയാം നമ്മുടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കും. ഓക്കെ, ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഗുഡ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കാതെ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോവുക. ഓക്കെ, അനാവശ്യമായ ചിന്തകളൊക്കെ കൂട്ടിക്കടിച്ച് ഭയങ്കര പ്രശ്നമൊന്നും ആക്കണ്ട കേട്ടോ. നമ്മൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം എന്ന് പറയുന്നത് സൂപ്പർബായിരിക്കും കേട്ടോ. ഓക്കെ, ഇടവരാശി അഥവാ ഇടവ ലഗ്നം. ഓക്കെ, കാർത്തിക മുക്കാട് രോഹിണി മകേര മരടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക. അപ്പൊ ഇടവരാശിക്കാർക്ക് ഈ ഒരു ജനുവരി മാസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. അപ്പം ജനുവരി മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാസം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൽ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ അനുകൂലമായ സാഹചര്യം എന്നൊക്കെ പറയാം ഇടവരാശിയെ സംബന്ധിച്ചോളം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. നമ്മുടെ രാശിനാഥൻ അല്ലെങ്കിൽ ലഗ്നനാഥനായ ശുക്രൻ 10ലും അതുപോലെ തന്നെ യോഗകാരകനായ ശനി കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. സോ നമുക്ക് അനുകൂലമായ ഒരു മാസമാണ് ഇടവരാശിയെ സംബന്ധിച്ചോളം ഈ ജനുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. ജനുവരി 4 ബുധൻ ധനുവിലും 24 മകരത്തിൽ നിൽക്കുന്ന സമയമായിരിക്കും ബുധനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഈ 3 ഗ്രഹങ്ങളും നമുക്ക് ആവശ്യമായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും നല്ല കാര്യങ്ങളൊക്കെ തരുന്നൊരു മാസം തന്നെയാണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. ബിസിനസ് സംബന്ധമായിട്ട്, തൊഴിൽ സംബന്ധമായിട്ട്, പ്രൊഫഷണൽ റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് കൃത്യമായ റെക്കഗ്നൈസേഷൻ നമുക്ക് കിട്ടാൻ യോഗമുള്ളൊരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയാം. ഓക്കെ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ 2-3 നല്ല വാക്കുകളൊക്കെ സംസാരിക്കും. നമുക്കത് ഇഷ്ടമുള്ള കാര്യമാണല്ലേ നമ്മളെക്കുറിച്ച് മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നത്. കുറ്റമല്ലാതെ എന്ത് പറഞ്ഞാലും നമുക്ക് സന്തോഷമാണ് അല്ലേ. കുറ്റം പറയുന്നതിന് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം കുറ്റം പറയണമെങ്കിൽ നിങ്ങൾ എന്തിലൊക്കെ ഉണ്ടെങ്കിലാണ് ആൾക്കാർ കുറ്റം പറയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അതും സന്തോഷിക്കാവുന്ന കാര്യം തന്നെ. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് 2-3 പേരെങ്കിലും നല്ല വാക്കുകൾ പറയണം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഓർക്കുവാനൊക്കെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. ശുക്രനും ശനിയും കൂടി യോഗം നിൽക്കുന്ന സമയം നമുക്ക് നല്ല അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തുവാനും നമ്മളത് കൃത്യമായി ഒന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് നമുക്കതിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അത് തൊഴിൽ സംബന്ധമായിട്ടായാലും ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാലും നമ്മുടെ ഫാമിലി റിലേറ്റഡ് നോക്കിയാലും അനുകൂലമാണ് കേട്ടോ. സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കിയാലും നമുക്ക് വ്യാഴം 1 നിൽക്കുന്ന സമയമാണ്. ആവശ്യമായ ദാനമൊക്കെ തരുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ ശുക്രനും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയം തന്നെയാണ്. വലിയ പ്രശ്നങ്ങളിൽ ആവശ്യമായ ദാനം തന്നെ. അതുപോലെ തന്നെ ബുധനെ നോക്കിയാലും നമുക്ക് പണം തരികയും ഒക്കെ തരുന്ന സമയമാണ്. ഇവര് 3 പേരും കൂടി നമുക്ക് പണവും പേരും അറിവും അനുബോധനൊക്കെ നമുക്ക് ലഭിക്കാൻ യോഗമുള്ളൊരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത് 2025 കേട്ടോ. പുതിയ പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിലായാലും നല്ല നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ എഡ്യൂക്കേഷൻ ലോണൊക്കെ നോക്കുന്നവർക്ക് ഈ ടൈം കറക്റ്റ് ടൈം ആയിരിക്കും അത് കിട്ടാനൊക്കെ കേട്ടോ. അതിനച്ചുകൂടെ അനുകൂലമായൊരു സമയമായിരിക്കും ഈ ജനുവരി മാസം 2025 എന്ന് പറയുന്നത്. ഓക്കെ, യാത്രകളൊക്കെ ചെയ്യാൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ന് വെച്ചാൽ വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഹോം സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിൽ പോയി താമസിച്ച് പഠിക്കാനൊക്കെ ആയാലും നിങ്ങൾക്ക് അനുകൂലമായൊരു സമയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ മത്സര പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു മാസമാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്ത് ഈ ജനുവരി മാസത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇടവരാശിയെ സംബന്ധിച്ചാൽ ഈ ജനുവരി മാസം സൂപ്പർ ആണ്. സോ ഈ മാസത്തിലുള്ള പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരെ കുറച്ച് ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാസമാണ്. സോ നിങ്ങൾക്ക് സുഖമായിട്ട് പാസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അനുകൂലം നിൽക്കും. സോ ബാക്കി നമ്മുടെ 50% നമ്മുടെ വർക്ക്, നമ്മുടെ ഹാർഡ് വർക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട്, ഫാമിലി റിലേറ്റീവ്, വിവാഹ സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വിവാഹത്തിനൊക്കെ വേണ്ടതിനൊക്കെ നല്ല അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹത്തിന് സംസാരിക്കുന്നവർക്ക് അത് സംസാരിക്കാനും ഇത് പ്ലാൻ ചെയ്യുന്നവർക്ക് അത് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രണയത്തിലാക്കി നിൽക്കുന്നവര്
പലപ്പോഴും ചിന്തിക്കാറുണ്ട് വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന സമയമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ അവതരിപ്പിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു രാശി വെച്ച് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. അപ്പൊ അതിനൊക്കെ പേരൻസിനോടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കുടുംബത്തെ സംബന്ധിച്ച് നമുക്ക് വാഹനം വാങ്ങാൻ, വീട് വാങ്ങാൻ, അതുപോലെ തന്നെ സ്ഥലം വാങ്ങാൻ, അതല്ലെങ്കിൽ വീടൊന്ന് മാറി താമസിക്കാനോ വാഹനം ഒന്ന് മാറാൻ, അല്ലെങ്കിൽ വാഹനത്തിൽ കുറച്ച് അപ്ഗ്രേഡേഷൻ വരുത്താൻ ഒക്കെ പറ്റുന്ന അനുകൂലമായ സമയമാണ്. പൊതുവെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്രിസിയേഷനൊക്കെ കുടുംബത്തിൽ നമുക്ക് പൊതുവെ കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ സ്ത്രീകളെ കൂടെ സംസാരിക്കുകയാണെങ്കിൽ, സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇടവ എന്ന് പറയുന്നത് എന്താണ്, സ്ത്രീകളുടെ രാശിയാണ് അല്ലെ. അത് തന്നെ സ്ത്രീകൾക്കായിരിക്കും പൊതുവെ ഈ ഒരു മാസം കുറച്ചുകൂടി നല്ല ഒരു മാസം എന്ന് പറയുന്നത് ഇടവ രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേട്ടോ ലാഭകരമായ ഒരു മാസം തന്നെയായിരിക്കും. അതുപോലെ നമ്മൾ ചെയ്ത പല കാര്യങ്ങൾക്കും നമുക്ക് അഭിമോദനങ്ങളൊക്കെ കിട്ടാൻ നല്ല സമയമാണ്. മനസ്സിനൊക്കെ സന്തോഷം നിറയുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ തരുന്ന രീതിയിൽ ഒരു ഗ്രഹവും നിൽപ്പില്ല, ദൃഷ്ടിയോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഭയപ്പെടാനൊന്നും ഇല്ല. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായ വൈദ്യ പരിശോധന നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അത് കുറഞ്ഞ സാധിക്കും കേട്ടോ. സോ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇനി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായൊരു മെഡിസിൻ കിട്ടാനും ആ മെഡിസിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ രോഗം മാറാനൊക്കെ അനുകൂലമായ ഒരു സമയമാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ 55 കാറ്റഗറി അല്ലെങ്കിൽ 60 കാറ്റഗറി ഒക്കെ നമുക്ക് സീനിയർ അല്ലെ മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാം. ഓക്കെ, അതിനൊക്കെ നല്ല സമയമാണ്. ഇൻവെസ്റ്റ്മെന്റിനൊക്കെ പറ്റിയ സമയമാണ്. പക്ഷെ ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു എക്സ്പെർട്ടിനോട് കൂടി എന്താണ് ഒരു വാക്ക് ചോദിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കും. നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് അറിവുള്ളവരെ സംബന്ധിച്ചോട്ടെ. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഫാമിലിയിൽ നിന്ന് അതിനൊരു സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കാം. ഇനി അതല്ല കുറച്ചൊക്കെ നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാൻ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ പ്ലാൻ കേൾക്കുമ്പോൾ ഓക്കെ നല്ലതാണ് തോന്നിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്. കാരണം ഇത്ര നാളെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നല്ല രീതിയിൽ അധ്വാനിച്ച് വർക്ക് ചെയ്ത് നിങ്ങളെ കുടുംബം നോക്കിയവരെ തന്നെയാണ് അല്ലെ 55 കാറ്റഗറി എന്ന് പറയുക. സോ കുറെ ആളുകൾ ചിന്തിക്കണം അയ്യോ ഇനിയിപ്പം എന്താണ് പേരൻസ് ഒന്നും പണിക്കൊന്നും പോകണ്ട എന്നൊക്കെ ചിന്തിക്കാൻ. പക്ഷെ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടാൻ നിങ്ങൾക്ക് നല്ലതായി നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാസം തന്നെയാണ് ജനുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. ഒരു പൊതുവെ നോക്കിയിട്ട് ഭാഗ്യ മാസമായിട്ട് ഇടവരാശിക്ക് ജനുവരി മാസം പറയാം കേട്ടോ. മിഥുന രാശി, മിഥുന ലഗ്നം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മകേരമര, തിരുവാതിര, പുണർദം, മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുനരാശി എന്ന് പറയാം. അപ്പൊ ഈ മിഥുനരാശിയെ സംബന്ധിച്ചൊരു ഈ ഒരു ജനുവരി 2025 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശനിയൊക്കെ നമുക്ക് അനുകൂലമായ വലിയ പ്രശ്നങ്ങളൊന്നും തരുന്നില്ല. അതുപോലെ തന്നെ രാഹു നമുക്ക് നല്ല അവസരങ്ങളൊക്കെ തരുന്നൊരു മാസമായിരിക്കും. ബുധനും തവണ 2 തവണ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ജനുവരി 4 ധനുവിലും ആ ധനുവിലേക്ക് രാശി മാറി കഴിയുമ്പോൾ ബുധൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മിഥുനത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അല്ലെ. 24 ജനുവരി വരെയാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. അതിനുശേഷം ബുധൻ മകരത്തിലേക്ക് കടക്കും. സോ മകരത്തിൽ എത്തുമ്പോൾ നമുക്ക് 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി തരുന്നുണ്ട് കേട്ടോ. ബുധൻ പൊതുവേ നമുക്ക് എന്താണ് ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ പ്ലാൻസ് ഒക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ 24 ജനുവരി മകരത്തിലേക്ക് മാറുന്ന ബുധൻ എന്താണ് ആദിത്യനോട് കൂടെ യോഗം ചെയ്ത് നിൽക്കും. നമുക്ക് എട്ടി മറിയുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. വ്യാഴം 14 നമുക്ക് ചെലവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് നോക്കാം. തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫ്, ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുകൂലമായ മാസമാണ് മിഥുന രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ജനുവരി 2025 എന്ന് പറയാം. തൊഴിൽ സംബന്ധമായിട്ട് നേട്ടങ്ങൾ, ഭാഗ്യ അനുഭവങ്ങളൊക്കെ പറയാവുന്നതും ചിന്തിക്കാവുന്നതും സമയമാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയാം. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും നമുക്ക് ഓരോ ഇപ്പൊ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് മുമ്പോട്ട് കടക്കാനും നമുക്ക് ജോലി കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. ഇനി അതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനുകൂലമായ ഒരു പ്രൊഫഷൻ നമുക്ക് കണ്ടെത്തുവാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും. തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് ബിസിനസ് സംബന്ധമായാലും നമുക്ക് അനുകൂലമായ ബിസിനസ് ഏതാണ് കണ്ടെത്തി മനസ്സിലാക്കി അത് പ്രവർത്തിക്കാനൊക്കെ പറ്റുന്ന ഉചിതമായ സമയമാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് വേണമെന്നുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ടും ചേഞ്ച് വരുത്തണം, അതിനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ്. ബുധൻ നമുക്ക് നല്ല ചിന്തകളൊക്കെ നയിക്കും, നല്ല ചിന്തയിലേക്ക് നയിക്കും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, കുറച്ച് അനാവശ്യ ചിന്തയിലേക്ക് നയിക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്താണ് ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഓവർ തിങ്കിങ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് വെച്ച് മാർക്കുക. ഓക്കെ, കുടുംബ സംബന്ധമായിട്ട് ഫാമിലി നോക്കിയാൽ ഏറെ ശനിയൊന്നുമില്ല, രാഹുവൊക്കെ എതിർപ്പുള്ള പ്രശ്നമില്ല. സോ ഇപ്പം നല്ല രീതിയിൽ തന്നെ
പോകുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പൊക്കോളും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കും. വ്യാഴം 12 നിൽക്കുന്ന സമയമാണ്. വിവാഹത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര നല്ല സമയമല്ല, സോ ഇച്ചിരി സമയമൊക്കെ എടുക്കും. ശുക്രൻ നമുക്ക് നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല തോട്ടുകൾ, നല്ല നല്ല ചിന്തകൾ നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുധന്റെ ദൃഷ്ടി വരുന്ന സമയം നമുക്ക് നല്ല സമയമാണ്. സോ ആ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. ആ സമയം ബുധന്റെ ദൃഷ്ടി അങ്ങ് മാറി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എടുക്കുന്ന പ്ലാൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് വന്നു, അത് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്ന മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോഴ്സ് എടുക്കുന്ന മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന മുമ്പ് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസ് സ്വീകരിച്ച് മുന്നോട്ട് പോകുക കേട്ടോ. നിങ്ങൾക്ക് നല്ല പ്ലാൻസ് എടുക്കാൻ പറ്റും, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു എക്സ്പേർട്ടിനോട് ചോദിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട്, ഞാൻ ഇത് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിലോട്ട് പോയാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അതിലോട്ട് കടക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്, മുന്നോട്ട് പോകുന്നത് ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ കുടുംബജീവിതം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ, ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടും. നമ്മുടെ ഫാമിലി ലൈഫും നമ്മുടെ ജോബ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫും ഇത് തമ്മിൽ അങ്ങ് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും, ചില കൺഫ്യൂഷൻസ് വരും. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാം. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അങ്ങ് ബാലൻസ് ചെയ്യാം. ആ കൃത്യമായ ബാലൻസ് പോയിന്റ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും ഈ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാസത്തിന്റെ അവസാനമൊക്കെ ആവുമല്ലോ, അവസാനമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കതിൽ കൃത്യമായ തീരുമാനമൊക്കെ എടുക്കാൻ സാധിക്കും. സോ നിങ്ങൾ അതിനോർത്ത് ഓവർ തിങ്ക് ചെയ്യേണ്ട, നേരത്തെ പറഞ്ഞ ഓവർ തിങ്കിങ്ങിലേക്ക് വരും. സോ ആ ഓവർ തിങ്ക് ഇതിലും വരാം. സോ അത് ഇനിയിപ്പോൾ വേണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് മാസാവസാനത്തിലേക്കൊക്കെ വരുമ്പോഴും അത് നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാൻസ് കിട്ടും, വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധം നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബുധൻ 8 വരുമ്പോൾ 24 ജനുവരി 8 വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ കുജൻ 1ാം ഭാവത്തിൽ വരുമ്പോൾ വക്രത്തിൽ വരുമ്പോഴും ചെറിയ പ്രശ്നങ്ങൾ, വലിയ വേദനകളൊക്കെ ഉണ്ടാവാനും ചെറിയ മൂഡ് ഓഫ് ഒക്കെ വരുത്താനൊക്കെ സാധ്യത. പക്ഷെ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സോ ആ കാര്യത്തിൽ വലിയ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. കുറച്ച് വേദനകൾ അല്ലെങ്കിൽ കുറച്ച് മൂഡ് ഓഫ് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ വലിയ പ്രശ്നങ്ങളാക്കി എടുക്കണ്ട. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ ഒരു 55 കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും വലിയ രീതിയിലൊന്നും നമുക്ക് ഈ ഒരു മാസം പ്രശ്നങ്ങളൊന്നും തരുന്നില്ല. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് നല്ലതല്ല എന്നും കൂടി അർത്ഥം ഉണ്ടായില്ല. നിങ്ങൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പ്ലാൻ ചെയ്തൊരു ഈ മാസം ഇരുന്ന, പക്ഷെ അത് എക്സിക്യൂഷനിലേക്ക് കിടക്കാൻ പോകണ്ട, ഒരു പ്രവർത്തനമാക്കാൻ അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ നോക്കണ്ട. നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഒരു കാര്യം ചെയ്യുന്ന മുമ്പ് കുറച്ച് പ്ലാൻസ് അതൊക്കെ വേണമല്ലോ, പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്ക് നല്ല ടൈം വരുന്ന സമയത്ത് നമുക്ക് എന്താ കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായിക്കോണം, പെട്ടെന്ന് നമുക്കങ്ങ് സെറ്റാൻ സാധിക്കും. അപ്പൊ ടെൻഷൻ അടിക്കണ്ട, പ്ലാൻ ചെയ്യുക കൃത്യമായിട്ട്. നിങ്ങൾക്ക് അത് എക്സിക്യൂഷൻ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ നോക്കി അവർക്ക് നല്ലതെങ്കിൽ അവരെയും കൂടി കൂട്ടി, പിന്നെ ഈ ഒരു ഫീൽഡ് നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന ഫീൽഡ് എന്താണോ അതിന് അവരോടും ആ എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ അവരോടും കൂടി അഭിപ്രായം ചോദിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാം. അതുപോലെ നല്ലൊരു ഗൈഡിന്റെ നിർദ്ദേശം, ആ ഗൈഡ് പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം മിഥുനരാശിയെ സംബന്ധിച്ച് ഇത്രയൊക്കെയാണ് പൊതുവെ പറയാനായിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടുത്ത് കർക്കിടക രാശിയാണ്. കർക്കിടക ലഗ്നം എന്നൊക്കെ പറയാം. കർക്കിടക ലഗ്നക്കാർക്കും ഈ ഒരു ഫലം ശ്രദ്ധിക്കാവുന്നതാണ്. കാരണം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ. വീഡിയോ അവസാനം പറയാനുണ്ടല്ലോ. അപ്പോൾ കർക്കിടക രാശി എന്ന് പറയുന്നത്, അല്ല കർക്കിടക കൂറ് എന്ന് പറയുന്നത് പുണർതം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുക. അപ്പോൾ ഈ കർക്കിടക രാശിക്കാർക്ക് ഈ ഒരു ജനുവരി 2025 എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് അത്ര നല്ല മാസമാണോ പറയാം. നമുക്ക് ശനി വരിക എന്ന് പറയുന്നത് 8-ലാണ് ശുക്രന്. അതുപോലെ തന്നെ കുജൻ നോക്കുകയാണെങ്കിൽ 22 ജനുവരിയിൽ നമുക്ക് മിഥുനത്തിലേക്ക് വക്രത്തി വരും. വ്യാഴം 11-ലാണ്, പ്രശ്നമൊന്നും തരുന്നില്ല. ബുധനും കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്ന സമയമായിരിക്കും. സൂര്യൻ്റെ ദൃഷ്ടി കർക്കിടകത്തിലേക്ക് വരുന്ന സമയം നമുക്ക് വലിയ ഗുണാനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ഈ ഒരു മാസം എന്ന് പറയാം. തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, ഫിനാൻസ് ഗ്രോത്ത് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം, കൃത്യമായിട്ട് വർക്കും ചെയ്യേണ്ട. അതും നിസ്സാരമല്ല, വെരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം
അയ്യോ ഞാൻ പിന്നെ വർക്ക് ചെയ്യാതെയാണോ ഞാൻ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയല്ല, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രോപ്പർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ആ പ്രോപ്പർ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും കേട്ടോ. ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ കൈ വെച്ചോളൂ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇപ്പം നിൽക്കണ്ട. സോ കാരണം അത് ചിലപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നത്തിലേക്കൊക്കെ എത്താൻ സാധ്യത. കാരണം ഇപ്പോൾ നല്ല ടൈം അല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, പ്ലാൻസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അത്ര നല്ല ടൈമല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, കൈ വെച്ചോളൂ. ഇപ്പോൾ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ എന്താണ് ഒരു സേഫ് സോണിലല്ലാത്തവർ എന്ന് വെച്ചാൽ ജോബ് പോകുന്ന ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. അതൊന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് കടത്തിയെടുക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുജനും ശനിയൊക്കെ 12 8 നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴുള്ള ജോലി, ആ കരിയർ, അതൊക്കെ നമ്മൾ എന്താണ് അതേപോലെ അങ്ങ് കൊണ്ടുപോകാം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഗുരു നോക്കിക്കോളും. സോ അതെന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇപ്പോൾ അവിടെ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ അവിടെ നിന്നൊരു എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കുറച്ചൊരു മാറ്റം വരുത്തിയേക്കാം. എന്നാൽ ബിസിനസ് ഞാൻ വേറെ രീതിയിലേക്ക് ഒന്ന് മാറ്റിയാലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചോളൂ. എക്സിക്യൂഷൻ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ഇപ്പോൾ വേണ്ട. ഓക്കെ, സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അവിടെ നമ്മുടെ ഫാമിലി ലൈഫ്, വിവാഹ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്മൂത്ത് റിലേഷൻഷിപ്പൊക്കെ കൊണ്ടുപോകാൻ ഇച്ചിരി പാടായിരിക്കും. കുറേ എന്താണ് ചേർച്ചയില്ലായ്മ, കുറച്ച് അലമ്പ്, കുറച്ച് അടി, അതെന്ന് കുറച്ചൊരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ജേണി ആയിരിക്കില്ല. ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ചെന്താണ് കയറ്റി ഇറക്കങ്ങളൊക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് സ്മൂത്ത് ആയിരിക്കും കേട്ടോ. കാരണം സ്മൂത്ത് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് സ്മൂത്താക്കി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കണം. ഇങ്ങനത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാകും, ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുടുംബജീവിതത്തിൽ. സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. അത് പ്രണയങ്ങൾക്കിടയിലും ബാധകമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ പോയി സംസാരിക്കണമെങ്കിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പം അത്ര സംസാരിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായൊരു മാസമായിരിക്കില്ല. സോ കൃത്യമായ സമയത്ത് വരുമ്പോൾ കുറച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ചുടും നല്ലതെന്ന് പറയുന്നത്. ഇപ്പം എങ്ങനെയാണോ പോകുന്നത്, ഫാമിലി ലൈഫായാലും പ്രണയത്തെ ലൈഫായാലും ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിന് എപ്പോഴും സ്ട്രെസ്സ് ഉണ്ടാകുന്നൊരു മാസമായിരിക്കും ജനുവരി മാസം എന്ന് പറയുന്നത് 2025 കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ. അതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എപ്പോൾ തീരും, എൻ്റെ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സങ്കടം, ഈ ദുഃഖങ്ങളൊക്കെ എപ്പോൾ മാറും, ഇതൊക്കെ എപ്പോൾ ശരിയാകും, ഇതെങ്ങനെയാക്കും ശരിയാക്കാൻ സാധിക്കും, എന്നെയും കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള പല ചിന്തകൾ, ഓവർ തിങ്കിങ്സ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സാധ്യതയുള്ള മാസമാണ്. സോ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കുക, അത് എന്ത് ചെയ്യുക, അപ്സെറ്റ് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായ പ്ലാൻസ് കിട്ടും. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്ര സ്മൂത്തായൊരു മാസമായിട്ട് ഞാൻ പറയില്ല. കുറച്ച് ടഫായ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ട ഒരു മാസമായിട്ടാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു ടൈം അയ്യോ മോശം സമയമുള്ളൂ, എനിക്ക് എക്സാം ഉണ്ട്, അപ്പോൾ ഞാൻ എഴുതണ്ട, എക്സാം എഴുതണ്ട എന്നല്ല പറയുന്നത്. ഓക്കെ, എക്സാം നിങ്ങൾക്ക് എഴുതാം, പക്ഷെ നിങ്ങൾ എങ്ങനെ എഴുതണം, നിങ്ങൾ നേരത്തെ ഒന്ന് വായിച്ചാൽ മതി മനസ്സിലാവും. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾ പ്രാക്ടീസ് മോർ ചെയ്യണം. ഒന്നിന് സ്ഥാനത്ത് 10 വർക്ക് ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ ഒരു വചനം എന്ന് പറയുന്നത്, വാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ മൈൻഡിലുണ്ടാകട്ടെ, പ്രാക്ടീസ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. ഓക്കെ, പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയും. പക്ഷേ എന്താണ് പ്രാക്ടീസിനപ്പം നമുക്ക് ഒരു ഫീഡ്ബാക്ക് അല്ലേ. സോ കൃത്യമായ ഗൈഡിൽ കൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളോട് സംസാരിച്ച് അതിന് വേണ്ട കൃത്യമായ ഗൈഡൻസ് ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ചലഞ്ചിങ് മന്താണ് ഏറ്റവും ഗുഡ് മന്തായിട്ട് ഞാൻ കരുതുന്നത്. കാരണം നമുക്ക് ഈസി മന്താണെങ്കിൽ നമുക്ക് ഭാഗ്യമുള്ള സമയം നമുക്ക് വലിയ അധ്വാനമൊന്നും ഇല്ലാതെ അങ്ങ് കടന്നു പോയാൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ചലഞ്ചിങ് മന്താകുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റിയൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നമ്മൾ ഗെയിം കഴിക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ടും ജയിച്ചുകൊണ്ടേ നമുക്ക് വിജയം ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലേ. കുറച്ച് ചലഞ്ചസൊക്കെ വേണം, എന്നാലേ നമുക്ക് ആ ഗെയിം ഇഷ്ടപ്പെടുകയുള്ളൂ, ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. സോ അതുപോലെ തന്നെയല്ലേ ലൈഫും, കുറച്ച് ചലഞ്ചസൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. സോ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുവെച്ചാൽ ലൈഫ് ഈസ് എ ഗെയിം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എന്താ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നൊരു ഗെയിമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഗെയിമിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര ഗെയിം അഡിക്റ്റായിട്ടിരുന്ന് കളിക്കുന്നവരുണ്ടാവും അല്ലേ. സോ നമ്മൾ ലൈഫാണ്. സോ ആ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഓരോ ചലഞ്ചസ് വരുമ്പോൾ ഓരോ ഡിഫിക്കൽട്ടി വരും ഇങ്ങനെ സാധനം മുമ്പിലുണ്ട്. സോ ശ്രദ്ധിക്കുക, അലർട്ട് പോലെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. സോ അതൊന്ന് ശ്രദ്ധിച്ച് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുക. വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഈ ടൈം എന്ന് പറയുന്നത് നമ്മുടെ എനർജി ആയാലും നമ്മുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി ആയാലും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാസമായിരിക്കും കേട്ടോ. സോ ടഫ് മാസമാണ്, ടഫായിട്ടുള്ള മന്താണ്. ബട്ട്
നിങ്ങൾക്ക് എന്താ ബെറ്റർ ആവാൻ പറ്റുന്നൊരു മാസം കൂടിയായിരിക്കും ഈ ജനുവരി മാസം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഈ ഒരു കർക്കിടക രാശി സംബന്ധിച്ചാൽ ജനുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. കാരണം ദൂരെ യാത്രകളൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അത് ശ്രദ്ധിച്ച് ഓടിക്കുക. അതുപോലെ തന്നെ അമിതമായ വേഗത്തിലൊക്കെ പോകുന്നവരൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. റോട്ടിൽ കൂടെ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും ശ്രദ്ധിക്കുക. ചിലപ്പോൾ എന്താണ് ചില കാര്യങ്ങളുണ്ട്, നമുക്ക് എന്താണ് ബസ്സും വിളിച്ച് നമ്മളെ വന്ന് നമുക്ക് ആ പ്രശ്നങ്ങൾ തന്നിട്ട് പോയെന്ന് പറയുന്നവരുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ ചുമ്മാ പോയാൽ നമുക്ക് അതിലെ എന്തിനെങ്കിലൊക്കെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. സോ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ, ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ട് ആരോഗ്യകാലത്ത് ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ അശ്രദ്ധയായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു മാസം ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു 60+ കാറ്റഗറി 55+ കാറ്റഗറി ഏജിലോട്ടുള്ളവരുടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു മാസമാണ്. കർക്കിടക രാശി സംബന്ധിച്ചോളം ഈ ഒരു മാസം ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്ക്, വാക്ക് തർക്കങ്ങൾക്ക്, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലൊക്കെ എടുത്തു ചാടുക, മധ്യസ്ഥ നിൽക്കാൻ പോവുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ദയവേത് ഈ ഒരു മാസത്തേക്ക് മാറ്റി വെക്കുക. ഓക്കെ, കാരണം അത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ സഹായിക്കും. സോ ആവശ്യമില്ല അവരുടെ പ്രശ്നം അവർ നോക്കിയോളും, അവർ പരിഹരിച്ചോളും. നിങ്ങൾ അവിടെ പോയി മധ്യസ്ഥ പിടിച്ച് ഇപ്പം നിങ്ങൾക്ക് അത് വേറെ പ്രശ്നമാവേ മാറ്റില്ല. കാരണം വേറൊരാളുടെ പ്രശ്നം തീർക്കാൻ നമ്മൾ ചെന്നിട്ട് അതിനും കഴിഞ്ഞ് വലിയ പ്രശ്നമായിട്ട് നമ്മൾ വന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അവൻ്റെ പ്രശ്നം മാറുമില്ല, നമുക്കും കൂടി പ്രശ്നമായി. സോ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. വാക്ക് തർക്കത്തിലൊന്നും ചെന്നപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സുഹൃത്ത് ബന്ധങ്ങൾ പോലും എന്താണ് ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാം. ഓക്കെ, നല്ല മാസങ്ങൾ വരുമ്പോൾ നല്ല മാസമാണ്, നിങ്ങളിങ്ങനെ മുന്നോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഇച്ചിരി റിസ്കി മന്താണ്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ തന്നെ ഈ ഒരു മാസം കടക്കണമെന്ന് പറയുന്നത്. കൃത്യമായ ഈശ്വര പ്രാർത്ഥന, കൃത്യമായ നമ്മുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കൃത്യമായ ഈശ്വര വിശ്വാസം ഒരു നേരമെങ്കിലും കുടുംബങ്ങളെല്ലാം കൂടി ചേർന്ന് നിന്ന് എന്ത് ചെയ്യുക, ആ ഒരു പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോകാട്ടോ. ജീവിതം നല്ല സ്മൂത്തായിരിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കുക, ജാഗ്രത. എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും കാര്യമല്ലല്ലോ. സോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അടുത്ത നമ്മുടെ ചിങ്ങരാശിയാണ്. മകം പൂരം ഉത്തരം കാലടങ്ങുന്ന രണ്ടയാള നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുക അല്ലെ. ഇപ്പൊ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ജനുവരി 2025 എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പേടി എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ മാസം നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ തൊഴിൽ സംബന്ധമാക്കിയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ശുക്രന്റെ ദൃഷ്ടി ചിങ്ങത്തിൽ വരുന്ന സമയമാണ്, ശനി ദൃഷ്ടിയുണ്ട്. ഇത് രണ്ട് ദൃഷ്ടി നമുക്ക് എന്താ പൊതുവെ നല്ലതായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ദൃഷ്ടി ചിങ്ങത്തിൽ വരുമ്പോൾ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമായിട്ട് നമുക്ക് വരുത്താൻ സാധിക്കും. വ്യാഴം 10 നിൽക്കുന്ന സമയമാണ്. ജോലിയൊക്കെ ലഭിക്കുക, തൊഴിൽ നേട്ടം, തൊഴിൽ ഭാഗ്യമൊക്കെ പറയുന്ന സമയമാണ്. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും അതൊക്കെ തിരിച്ച് വീണ്ടും കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ വലിയ പ്രശ്നങ്ങളില്ലാതെ ജോലി സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, പ്രൊഫഷണൽ ലൈഫ്, സാമ്പത്തിക സംബന്ധമായിട്ട് നോക്കിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാസമായിരിക്കും ജനുവരി 2025 എന്ന് പറയാം കേട്ടോ, ചിങ്ങരാശിയെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ കുടുംബജീവിതം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി ലൈഫ്, വിവാഹ സംബന്ധമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടിൽ കേതു നോക്കുന്ന സമയമാണ്. ഗുരു ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേതുവിലേക്ക് ദൃഷ്ടിയാണുള്ളത്. അതായത് കേതു എന്ത് ചെയ്യില്ല, വ്യാഴത്തിന്റെ ഫലമൊന്നും പ്രദാനം ചെയ്യില്ല. സോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ തോന്നുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം കേട്ടോ. ശുക്രന്റെ ദൃഷ്ടി ഉണ്ട്. പക്ഷെ അത് നമുക്ക് എന്താണ് ഒരിക്കലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കും എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരു ദൃഷ്ടിയല്ലാതെ. സോ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വലിയ ഹോപ്പൊന്നും വേണ്ട. എന്നിരുന്നാലും ചെറിയ ഹോപ്പ് കരുതോട്ടെ, ഹോപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലെ. സോ നമ്മൾ വിചാരിക്കുക, പ്ലാൻ ചെയ്യുക, ഓക്കെ, മുന്നോട്ട് പോവുക. ഓക്കെ, വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, കുറച്ച് ചലഞ്ചസ് ഒക്കെ വരുന്നതാണ് നമുക്ക് ലൈഫിന് കുറച്ചുകൂടി നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് കഠിനമായ അധ്വാനിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള മാസമാണോ, വർക്ക് ഹാർഡ്. ഈസി മന്താണോ, നമ്മൾ സ്മൂത്ത് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. വീണ്ടും ബുദ്ധിമുട്ടുള്ള ടൈം ഒന്നും വർക്ക് ഹാർഡ്. ഓക്കെ, ഒന്ന് വർക്ക് ഹാർഡ് ഒന്നും പറ്റില്ല, വീണ്ടും 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 പരിശ്രമിക്കുക, ട്രൈ അഗൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഈസിയായിട്ട് കുടുംബത്തിലായാലും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും. സോ ഒരു അസ്വസ്ഥത നിറഞ്ഞൊരു കുടുംബജീവിതമായിരിക്കും ഈ ഒരു മാസം കൈകാര്യം ചെയ്യുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, പല അഭിപ്രായങ്ങൾ വരിക. ഇത്ര നാൾ ഒന്നായിരുന്ന അഭിപ്രായങ്ങളൊക്കെ രണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ഇഷ്ടങ്ങളൊക്കെ രണ്ടുപേർക്ക് ഒന്നായിരുന്നത് ഇപ്പൊ രണ്ടാവാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയമായിരിക്കും. ഓക്കെ, പലതിനെ കുറിച്ചാവാം, പല കാര്യങ്ങളാവാം, എന്ത് കാര്യങ്ങളായാലും അതൊക്കെ തുറന്ന് സംസാരിക്കും. ഒരു തരത്തിൽ തുറന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. ചില
ചില സിറ്റുവേഷനിൽ അത് പ്രശ്നമാണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കി നിന്ന് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനൊരു അസ്വസ്ഥത എപ്പോഴും നിറഞ്ഞു നോക്കുന്ന സമയമായിരിക്കും ചിങ്ങരാശി ജനിച്ച സ്ത്രീകൾക്ക് ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ. എപ്പോഴും ഒരു അസ്വസ്ഥത നിറഞ്ഞു നിൽക്കായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഒത്തിരി സപ്പോർട്ടുകൾ, ഒത്തിരി സഹായ ഹസ്തങ്ങൾ നമ്മളിലേക്ക് വരികയാണ് ഒക്കെ പറ്റുന്നൊരു മാസമാണ്. നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാസമായിരിക്കും കേട്ടോ ഈ മാസം എന്ന് പറയുന്നത്. വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും. സോ ആ ഒരു ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകുക കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ചോളം, ഈ ചിങ്ങരാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാൽ എന്താണ്, നമുക്കൊരു നല്ല മാസമായിട്ട് കരുതാവുന്ന മാസമാണ് രാശിക്കാർക്ക് ഈ ഒരു ജനുവരി 2025 എന്ന് പറയുന്നത്. നമുക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ, അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയമാണ്. നമുക്ക് നല്ല നല്ല ദൃഷ്ടികളൊക്കെ നമുക്ക് അനുകൂലമാക്കി വരുന്ന കാര്യങ്ങൾ, നല്ല നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ട്രൈ ചെയ്യേണ്ടി വരും കേട്ടോ, കുറച്ചൊന്ന് അധ്വാനിക്കേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് നല്ല അനുകൂലമായ മാസമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ള ഈ ഒരു മാസം നിങ്ങൾ എന്തായാലും വിട്ടുകളയില്ല. കാരണം ചില നിമിഷങ്ങൾ നമുക്ക് നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല നല്ല പ്ലാൻസ് ഒക്കെ കിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് എംപ്ലോയ് ചെയ്യണ്ടേ. അതുപോലെയാണ് ചില കാര്യങ്ങൾ മാത്രമല്ല, ചില മാസങ്ങളാണ് നമുക്ക് എപ്പോഴും അനുകൂലമായിട്ട് വരാറുള്ളത്. സോ അങ്ങനെയുള്ള മാസം വിട്ടുകളയല്ല ഞാൻ എല്ലാ രാശിക്കാരോടും പറയുന്നത്. സോ ഈ മാസം നിങ്ങൾ വിട്ടുകളയല്ല. വിദ്യാർത്ഥികൾ എന്നൊരു ഭാവത്തിൽ നിന്ന് നിങ്ങൾ ചിങ്ങരാശി ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി, നിങ്ങൾ സ്റ്റുഡൻസ് എന്നൊരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാസം നല്ലതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ഇറ്റ് വെരി വെൽ. ഓക്കെ, അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ അഷ്ടമ രാഹുവാണ്, കണ്ടക ശനിയാണ്, 2ൽ കേതു കൊണ്ട് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കണം. സോ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധയില്ലായ്മ, പല കാര്യത്തിലുള്ള ശ്രദ്ധയില്ലായ്മ നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ ഡ്രൈവിങ് ശ്രദ്ധയില്ലായ്മ നമുക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഫുഡിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വെള്ളത്തില്, വായുവില്, എല്ലാത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ അല്ലെ. സോ എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ ശ്രദ്ധിച്ച് പേടിച്ച് ജീവിക്കണം എന്നല്ല പറയുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, പക്ഷെ ഓവറായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആവശ്യത്തിനുള്ള ശ്രദ്ധയെങ്കിലും വേണ്ടേ. മനസ്സിലാ, ഒരു ഇരുണ്ട വരി കൂടെ പോകുമ്പോൾ നമുക്ക് എന്താണ്, ഒന്ന് ടോർച്ച് അടിച്ചാലും നമ്മുടെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടെങ്കിലും പോകണ്ടേ. ആ ഇരുട്ടത്തോടെ നടന്ന് പോകേണ്ട വല്ല നടന്നുണ്ടോ? ഇല്ല. സോ അത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അടുത്ത നമ്മൾ നോക്കുകയാണ് ഒരു 55 കാറ്റഗറി അല്ലെങ്കിൽ 50 കാറ്റഗറി 60 കാറ്റഗറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് മുകളിലോട്ടുള്ള, ഒരു 55 വയസ്സിന് മുകളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, റെസ്റ്റ് ആവശ്യമായിട്ടുള്ള വേണ്ട ടൈമാണ്. സോ ആവശ്യമായ വിശ്രമം എടുക്കുക. നമുക്ക് സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഫാമിലിയിൽ പല ആളുകളും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ഞാൻ പറഞ്ഞു ഹെൽത്ത് ആസ്പെക്റ്റ് ഓവറോൾ എന്താണ് ചിങ്ങരാശിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു മാസത്തിൽ ദുഃഖം ഉണ്ടാവുന്ന സന്താനങ്ങളെ ഓർത്ത്, അത് എന്താണ് പുത്രന്മാരെ കുറിച്ചോ പുത്രിയെ കുറിച്ചോ മക്കളെ കുറിച്ചോ നമ്മുടെ മക്കളെ കുറിച്ച് എന്താണ് ഒരു ടെൻഷൻ ചിങ്ങരാശിക്ക് ഈ ഒരു മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റു മാസങ്ങൾ എനിക്കില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറഞ്ഞു. എല്ലാ മാസവും ഇപ്പോൾ മാതാപിതാക്കളാകുമ്പോൾ തൻ്റെ പുത്രന്മാരെ കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ സന്താനങ്ങളെ കുറിച്ച് എപ്പോഴും എന്താ ഒരു വിഷമം, അവരെ ആഗ്രഹിക്കുന്ന എത്തിയും സാധിച്ചില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ ഇത് അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ടൊരു വിഷമങ്ങൾ, ദുഃഖങ്ങൾ, സന്താനങ്ങളെ ഓർത്ത് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കുക, പോപ്പുലറായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് പീസ്ഫുൾ ആയിട്ട് നല്ലൊരു മൈൻഡ് സെറ്റിലൂടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻസ്, നല്ല ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി തരും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ നമുക്ക് നല്ല മെഡിറ്റേഷനൊക്കെ നമ്മളെ സഹായിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്ത കന്നിരാശിയാണ്. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര, അരടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം. കന്നിരാശിയെ സംബന്ധിച്ചാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് പൊതുവെ അനുകൂലമായ ഒരു മാസമാണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മാസം നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾക്ക് ചില താമസങ്ങളൊക്കെ ഉണ്ടായാലും എന്താണ് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും കന്നിരാശിക്ക് ഈ ജനുവരി 2025 എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10ൽ കുജം വരുന്ന സമയമാണ്. 10ാം ഭാവാധിപനായ ബുധനിലേക്ക് ദൃഷ്ടി ഉണ്ടാകുന്ന സമയം. ഏകദേശം 20 ദിവസം ബുധന്റെ ദൃഷ്ടി ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ശ്രമത്തിനൊക്കെ അനുകൂലമായി തീരുന്ന ഒരു മാസമായിരിക്കും. നമ്മൾ ആരെന്ന അടയാളമൊക്കെ നമ്മുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തായാലും ബിസിനസ് സ്ഥാപനത്തിലായാലും ആ ഒരു ഇൻഡസ്ട്രിയിലാക്കിയാലും നമ്മുടെ പേര് പതിപ്പിക്കാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. കടം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്.
നല്ല വിഷയത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പരിഗണനയും ഒരു ബിസിനസ് കാര്യത്തിൽ തൊഴിൽ സമുദായം നമ്മൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു അറിവ് സമ്പാദിക്കാൻ പറ്റുന്നൊരു മാസമായിരിക്കും ഈ മാസം തന്നെ. അപ്പോൾ ഇത് നോക്കി നല്ല സമയമാണ് തൊഴിൽ സമുദായമായിട്ട് ബിസിനസ് സമുദായമായിട്ട് പ്രൊഫഷണൽ ലൈഫിലെ സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നല്ലതാണ്. കുടുംബ സംബന്ധമായിട്ട് വിവാഹ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2ാം ഭാവം ശൂന്യമാണ്. ഗുരുദൃഷ്ടി കന്നിലേക്കുണ്ട്. കുടുംബജീവിതത്തിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന സമയമാണ് പൊതുവെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കിടയിലായാലും കുറച്ച് ഐക്യം വർദ്ധിക്കുവാനും അതുപോലെ അതിനകത്ത് വീട്ടിൽ സംസാരിക്കാനൊക്കെ ആരംഭമൊക്കെ കുറിക്കാവുന്ന സമയമാണ്. തീരുമാനങ്ങൾ എടുത്തൊക്കെ നമുക്കത് പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സമയമാണ്. കുടുംബജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റുന്നൊരു മാസമല്ല ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ. പൊതുവെ നോക്കി അനുകൂലമായ മാസമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ ആഴ്ചയിൽ നമുക്ക് കഴിയുമ്പോഴത്തേക്കും അതുവരെ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2025 പ്ലാൻസ് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലൂടെ ഓടാൻ തുടങ്ങുന്ന സമയമായിരിക്കും. നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി നമ്മുടെ ഒരു 2025 കുറിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. മാസം അവസാനത്തോടെയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ബെറ്റർ ക്വാളിറ്റി കിട്ടി ഞങ്ങൾക്കൊരു പ്ലാൻ കുറച്ചുകൂടി നല്ലൊരു പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ മാസം നല്ലൊരു മാസം തന്നെയാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. വേഗതയിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ പറ്റുന്ന മാസം തന്നെയാണ്. തീരുമാനങ്ങളൊക്കെ സ്പീഡിൽ എടുക്കാൻ പറ്റുന്നൊരു മാസമായിരിക്കും ജനുവരി 2025 എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പ്ലാൻസിനൊക്കെ നല്ല സപ്പോർട്ട് നല്ല പിന്തുണയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള മാസമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. ആരോഗ്യ സംബന്ധമൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അതുപോലെ ദേഷ്യമൊക്കെ വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. 10 വരുമ്പം അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. അതുപോലെ തന്നെ ഒരു 55 വയസ്സ് മുകളിലോട്ടുള്ളവർക്ക് 60 വയസ്സ് മുകളിലൊക്കെ ആയിട്ടുള്ളവർക്ക് നല്ല ശരിയുള്ള സമയമാണ്. കടമൊക്കെ തിരിച്ച് അടിക്കാൻ നോക്കുന്നവർക്ക് അതിന് പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് വീട് വെപ്പൊക്കെ ചെയ്യുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ്. വീട് പണിയാൻ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമാണ്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. അനുകൂലമായ മാസമാണ് പൊതുവെ സീനിയേഴ്സിന് ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. കന്യാരാശിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങൾക്കൊരു ബെറ്റർ ക്വാളിറ്റി കിട്ടുന്ന മന്ത് തന്നെയായിരിക്കും കന്യാരാശിക്ക് ഈ ഒരു ജനുവരി 2025 എന്ന് പറയാം കേട്ടോ. തുലാരാശി ചിത്തിര ചോതി വിശാഖം മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയാം. തുലാരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ ജനുവരി 2025 സംബന്ധിച്ച് നോക്കുമ്പം തുടക്കം തന്നെ നല്ല അടിപൊളിയാവുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്ന ആർക്ക്? തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ മാസമാണ്. ബുധന്റെ ട്രാൻസിസ്റ്റൊക്കെ നമുക്ക് അനുകൂലമാണ്. ശുക്രനും ശനിയും കൂടി യോഗം ചെയ്ത് 5-ൽ നിൽക്കുന്നുണ്ട്. കുജൻ 9-ല്, വ്യാഴം 8-ല്, രാഹുകേതുകൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. സൂര്യൻ 4-ലായിട്ട് നിൽക്കുന്ന നല്ല തുടക്കമാണ് കേട്ടോ. പൊതുവെ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്ലാനിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും. ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാൽ അനുകൂലമായ മാസമാണ്. തൊഴിലൊക്കെ നോക്കുന്നവർക്കും അതിന് അനുകൂലമായ സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന യോഗമുള്ളൊരു മാസമാണ്. പൊതുവെ നോക്കിയാൽ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പ്രൊഫഷണൽ അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കിയാൽ അനുകൂലമായ മാസമാണ് തുലാം രാശിക്കാർക്ക് ഈ ഒരു ജനുവരി 2025 എന്ന് പറയാം കേട്ടോ. അടുത്ത കുടുംബ സംബന്ധമായിട്ട് നോക്കുക, വിവാഹ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ വിവാഹത്തിനൊക്കെ വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന സമയമാണ്. പ്രണയത്തിലേക്കുള്ളവർക്ക് വീടുകളിൽ സംസാരിച്ചാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, അത് അനുകൂലമാക്കി മാറ്റാനൊക്കെ പറ്റുന്ന സമയമാണ്. സംസാരിക്കുന്ന നമുക്ക് സന്തോഷമൊക്കെ ലഭിക്കുന്ന സമയമായിരിക്കും. നമുക്ക് ഈ ഒരു മാസത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ കുടുംബ സംബന്ധമായിട്ട് എടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ 2-ല് ഗുരുദൃഷ്ടി വരുന്ന സമയമാണ്. ശുക്രനും ശനിയും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. മനസ്സിനൊരു ആനന്ദം, അതുപോലെ ഒരു ഉന്മേഷം, ഒരു എനർജിയൊക്കെ, അതുപോലെ നല്ല അറിവൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് പ്രാപ്തി നമുക്ക് തന്നെ എത്തിച്ചേരുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തോടുള്ള സ്നേഹമൊക്കെ വർദ്ധിക്കാനിടയുള്ള സമയമായിരിക്കും. കുടുംബത്തോട് പൊതുവെ സ്നേഹം ഉണ്ടാവും, അതിന് കൂടുതൽ ഉപരി സ്നേഹം വർദ്ധിക്കാനിടയുള്ള സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിജയക്കൊടി പറിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ ബുധന്റെ ട്രാൻസിറ്റ് ഒക്കെ വലിയ നല്ല സമയമാണ്. മറ്റ് ഗ്രഹങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ് ഈ ഒരു ടൈം എന്ന് നോക്കുമ്പോൾ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും നല്ലൊരു സമയമാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് അതിലൂടെ പ്രവർത്തിച്ച് തടസ്സങ്ങളില്ലാതെ മുന്നോട്ടൊക്കെ പോകാനും വിജയക്കൊടി പറിക്കാനൊക്കെ പറ്റുന്ന സമയമാണ് കേട്ടോ. പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ജനുവരി 2025 എന്ന് പറയുന്നത്. അടുത്ത ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അടുത്ത ഒരു 55 വയസ്സ് മുകളിലേക്ക് ഉള്ളവരേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ നല്ലൊരു മാസം തന്നെയാണ്. നല്ലൊരു എനർജി ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഒരു ആക്റ്റീവ് ആകാനൊക്കെ പറ്റുന്ന ഒരു സമയം കേട്ടോ. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ തുലാരാശിക്കാർക്ക്
ഈ ജനുവരി 2025 എന്ന് പറയുന്നത് എന്താണ് സൂപ്പർ ഡൂപ്പർ മാസമായിരിക്കും കേട്ടോ. സോ എല്ലാ കാര്യങ്ങളും കൃത്യമായ പ്ലാനിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. വൃശ്ചിക രാശി, വിഷാങ്കാരൻ തൃക്കേട്ടടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത്. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ഈ ജനുവരി മാസം എന്ന് പറയുന്നത് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്, ശനി 4 ശുക്രമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിൽ പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ഒരു പദവിയിലേക്കൊക്കെ എത്താൻ യോഗമുള്ള സമയമാണ്. തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്ന അതിന് കൂടുതൽ സമയമാണ്. സക്സസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും. ബിസിനസ് സക്സസ് ആയാലും തൊഴിലാക്കിയാലും പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. സൂര്യന് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. 5 രാഹു, 8 കുജൻ എന്ന് പറയുന്ന രാശിനാഥനാണ് അല്ലേ. അപ്പം മനസ്സാ ബുദ്ധിയൊക്കെ ഉണ്ടാകും. 22 ജനുവരിയിലാണ് വരിക എന്ന് പറയാം. അതുവരെ കുജൻ 9 നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിഷയങ്ങളൊക്കെ വീട്ടിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അനുകൂലമായ ഒരു സമയമാണ്. കുടുംബ സംബന്ധമായിട്ട് നോക്കുകയെന്ന് നമുക്ക് പറയാനുള്ളൂ കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വമൊക്കെ അധികമായി തോന്നുന്ന സമയമായിരിക്കും. കുടുംബഭാരം വർദ്ധിക്കുന്ന സമയമായിരിക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളൊക്കെ നന്നായി കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും. അതിനുള്ള പ്രാപ്തി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ലോണൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. ലോണൊക്കെ നമുക്ക് കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. ആരോഗ്യ സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ 8 കുജൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 22 ജനുവരി മുതൽ കേട്ടോ. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഉത്തമമുള്ള കാര്യങ്ങളാണ്. അടുക്കളയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫയർ ശ്രദ്ധിക്കുക, വാട്ടർ ശ്രദ്ധിക്കുക കേട്ടോ. പൊതുവൊരു ശ്രദ്ധ ആവശ്യമാണ്. നമുക്ക് ആഗ്രഹത്തിന് വേണ്ടി ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് സ്പീഡ് കൂട്ടുന്ന ഒന്നും വേണ്ട. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിച്ച് പോവുക കേട്ടോ. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ച് ജാഗ്രത ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു 55 വയസ്സ് മുകളിലോട്ടുള്ളവരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒത്തിരി ഐഡിയാസ് നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ജനുവരി മാസം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക. എക്സിക്യൂഷൻ അത്ര വേണ്ട, പ്ലാനൊക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് പൊതുവെ ഒരു പോസിറ്റീവായ റൂട്ടിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് പൊതുവെ വൃശ്ചിക രാശിയെ സംബന്ധിച്ചുള്ള ഈ ജനുവരി മാസം എന്ന് പറയുക കേട്ടോ. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത്. നമുക്ക് ധർമ്മകർമാദി യോഗവും മാലവീയ യോഗവും ഒക്കെ പറയാവുന്ന സമയമാണ് ധനുരാശിയെ സംബന്ധിച്ചുള്ള ഈ ജനുവരി മാസം എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 24 ജനുവരിയിൽ സൂര്യനും ബുധനും കൂടി ചേർന്ന് നിൽക്കുന്ന സമയമൊക്കെയാണ്. നല്ല അനുകൂലമായ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. ഗുരുവും ശുക്രന്റെയും എന്താണ് വീട്ടിലാണ് നിൽക്കുക എന്ന് പറയുന്നത്. വലിയ ദോഷഫലങ്ങളൊന്നും തരില്ല കേട്ടോ. ഗുരു വന്നിട്ട് എന്താണ് ഇടവത്തിലാണ് നിൽക്കുക. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് വക്രത്തിലാണ് പറയാം, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. വലവ് അനുസരിച്ചുള്ള ചിലവുകളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്താ ഒരു 50 വന്നാൽ 50-നുള്ള ചിലവ് അനുസരിച്ചുള്ള കാര്യങ്ങൾ, അല്ലാതെ വലിയ സേവിങ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്താണ് നല്ല ടൈമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് നല്ലൊരു സമയമാണ് കേട്ടോ ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതുപോലെ കുടുംബ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ കുടുംബത്തിന് വലിയ എന്താണ് ദുരിതങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് എന്താണ് വാക്കുതർക്കങ്ങളൊക്കെ കുറെ വരാൻ സാധ്യതയുള്ള സമയമാണ്. സോ വാക്കുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച എന്താണ് പല കാര്യങ്ങളും എന്താണ് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ നിൽക്കുക. അനാവശ്യമായ വാക്ക് തർക്കത്തിലൊന്നും ചെന്ന് ആടാതിരിക്കുക. സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. ഭാവിയും കൂടി മുൻതൂക്കി കണ്ടുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. കുടുംബത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെന്ന് തലയിടണ്ട. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ശുക്രൻ ശനിയോടെ കുറെ എന്താണ് ആളുകളൊക്കെ നമ്മളെ സന്ദർശിക്കുന്ന സമയമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറെ ആളുകളുമായിട്ട് കണ്ടുമുട്ടാൻ സാധിക്കും. കുറെ സുഹൃത്തുക്കളെ കിട്ടാൻ യോഗമുണ്ട്. പല ആളുകളുമായിട്ട് സംസാരിക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ എന്താണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. ക്ഷേത്ര ദർശനത്തിനൊക്കെ ഉത്തമമായ സമയം. യാത്രകളൊക്കെ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റുന്ന സമയമാണ്. കുറെ അപ്രിസിയേഷനൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ നോക്കി ധർമ്മകർമാദി യോഗമൊക്കെ പറയുന്ന സമയമാണ്. മാത്രമല്ല ബുധൻ 1-ാം ഭാവത്തിൽ വരിക എന്ന് പറയുന്നത് 4 ജനുവരിയിലാണ്. നമുക്ക് എന്താണ് നമ്മുടെ ബുദ്ധിശക്തി ഒന്ന് ആക്റ്റീവ് ആകാനൊക്കെ സഹായിക്കുന്നത്. ഭാവിയെക്കുറിച്ച് നന്നായി ചിന്തിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയായിരിക്കും കേട്ടോ. ആരോഗ്യ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ 4 രാഹു 3 ശനി വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ എന്താണ് കുറച്ച് ആളുകൾക്ക് നിങ്ങൾ എന്താണ് വയറ് സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ, വയറ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട് കേട്ടോ. അടുത്തൊരു 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് മുകളിലോട്ടുള്ളവർക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 4 രാഹു 3 ശനി നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം എന്താണ് അനുഭവിച്ച്
നമ്മൾ ആ ഒരു രീതിയിൽ കൂടെ കടന്നു വന്നവരാണ്. വേഗത്തിൽ തന്നെ നമുക്ക് എന്താണ് വളർച്ച എത്തി, നമുക്ക് ഓരോ കാര്യങ്ങൾ എത്തി ഇപ്പോഴും നിൽക്കാനുള്ള ഓരോ കാര്യങ്ങളും പല തരത്തിലുള്ള സാഹചര്യം അനുഭവിച്ച് നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ടാവും, ഒരു പെട്ടെന്ന് നമുക്ക് ഇല്ലാതെയായിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ പല മേഖലകളിൽ പല തരത്തിലൂടെ കടന്നു വന്നവരായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള പോലും ജീവിച്ചിട്ടുണ്ടാവും, ഇല്ലാത്ത പോലും ജീവിച്ചിട്ടുണ്ടാവും, ഒരു മിഡിലായിട്ടും ജീവിച്ചിട്ടുണ്ടാവും. സോ എല്ലാ സാഹചര്യം എല്ലാ സാമ്പത്തിക അവസ്ഥയിലൂടെയും കടന്നു വന്നിട്ടുള്ളവരാണ് ഈ ഒരു ധനുരാശി ഉള്ളവരെന്ന് പറയുന്നത്. പല തരത്തിലുള്ള പേരുകൾ എന്ന് വെച്ചാൽ പല ആളുകളും നമ്മളെക്കുറിച്ച് പൊക്കി നന്നേ പറഞ്ഞിട്ടുണ്ടാവും, പല ആളുകളും നമ്മളെക്കുറിച്ച് ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടാവും, പല ആളുകളും നമ്മളെന്താണ് വേറൊരു ദൃഷ്ടിയിൽ നിന്ന് നോക്കിക്കണ്ടുണ്ടാവും പല തരത്തിൽ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. എടുത്തിയായിട്ട് ഒരു കാര്യത്തിലേക്കും വേണ്ട, വേഗതയൊക്കെ കുറച്ച് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമുക്കൊരു വലിയ തുകയിലേക്കൊക്കെ പോവുകയാണ്, വലിയ തുകയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒന്ന് സൂക്ഷിച്ചൊക്കെ ചെയ്യുക കേട്ടോ. ഒരു വലിയ എമൗണ്ടിൻ്റെ കാര്യത്തിലേക്കൊന്നും അഡ്വൈസബിൾ അല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പേർട്ട് ആ ഒരു നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന ആളുകളുമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ് കുറച്ച് നോളജ് ഉള്ളവരുമായിട്ട് സംസാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ വലിയ വർഷമില്ലാതെ ധനുരാശിക്കാർക്ക് ഈ ഒരു മാസം കടന്നു പോകാൻ സാധിക്കും കേട്ടോ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം വരടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയാം. അപ്പോൾ മകരരാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശുക്രന്റെ സ്ഥാനമൊക്കെ നോക്കുമ്പോൾ നല്ല മാസമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു മാസമാണ് ഈ ഒരു ജനുവരി 2025 എന്ന് പറയുന്നത്. രണ്ടിലും ശനിയും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സംഭവമാണ്. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒത്തിരി നല്ല വിഷയങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. തൊഴിൽ ഭാഗ്യം, തൊഴിൽ നേട്ടമൊക്കെ നമുക്ക് പറയുന്നത് നല്ല നല്ല അവസരങ്ങൾ നമുക്ക് വന്നെത്താം. ഭാഗ്യാനുഭവങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക, കാരണം ആ ഈശ്വരാരാധന വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. അതുപോലെ നല്ലൊരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. സാമ്പത്തികമായി നോക്കുന്നവർക്ക് നല്ല മാസം തന്നെയാണ്. രണ്ടിൽ ശുക്രൻ നിൽക്കുന്ന സമയം കടങ്ങളൊക്കെ അടിക്കാനൊക്കെ കഴിയുന്നൊരു മാസമാണ്. കൃത്യമായിട്ട് പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ വരുമാനമൊക്കെ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും കേട്ടോ. അടുത്ത കുടുംബാംഗങ്ങളെ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയം തന്നെയായിരിക്കും, പറ്റുന്ന സമയം തന്നെയായിരിക്കും. കുടുംബത്തിലുള്ള അവരുമായിട്ട് പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുവാനും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നന്നായി സംസാരിച്ച് രണ്ടുപേരും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് പറ്റുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പം രണ്ടുപേരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പറയുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് എല്ലാം തന്നെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയൊരു ഉത്തമമായി തന്നെ ഈ മകരരാശിക്കാർക്ക് ഈ ഒരു മാസം കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രശ്നങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞു വരും കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ദുഃഖങ്ങളൊക്കെ എന്താണ് പുറത്തേക്ക് വരികയും അതുപോലെ മറ്റുള്ളവർ അറിയാനൊക്കെ ചാൻസ് ഉള്ള സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായി ഒരു ക്ലിയർ ഐഡിയാസ് ഒക്കെ കിട്ടുകയും നമ്മുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി ക്ലിയർ ആകാനൊക്കെ സഹായിക്കുന്ന മാസം തന്നെയാണ്. നമുക്കൊരു സമാധാനം, ഒരു ദീർഘശ്വാസം ഉണ്ടല്ലോ, നമുക്ക് നല്ല രീതിയിലൊന്ന് എന്താണ് ആ എല്ലാ പ്രശ്നങ്ങളും നമുക്കെല്ലാം മനസ്സിലാക്കി ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കാതെ നമ്മൾ സൊല്യൂഷൻ തപ്പുന്നതും കഴിഞ്ഞും പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കിയ ശേഷം സൊല്യൂഷൻ തപ്പുമ്പോൾ കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാവുമല്ലോ. സോ ആ ഒരു ആശ്വാസം നിങ്ങൾക്കും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കഴിവ് പോലെയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് എന്താണ് നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ പഴയ ഹിഡനായ ടാലൻറ്റുകളും അൺഹിഡനായ ടാലൻറ്റുകളൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. തടസ്സങ്ങളെല്ലാം നമുക്ക് മറികടക്കാൻ സാധിക്കുന്ന സമയമാണ്. കറക്റ്റായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും നല്ല മാസമാണ്. എന്താണ് വലിയ പ്രശ്നങ്ങളോ നമുക്ക് അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ അതിൽ നിന്ന് റിലീഫൊക്കെ കിട്ടുന്നൊരു മാസം തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു 55 വയസ്സ് മുകളിലോട്ട് ഒരു 60 വയസ്സ് മുകളിലൊക്കെ ഉള്ളവർക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ആവശ്യമായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് തന്നെ കുറച്ച് ആശ്വാസങ്ങളൊക്കെ കിട്ടും. കുറച്ചൊക്കെ അധ്വാന ഭാരമൊക്കെ ഉണ്ടാവാം ഈ ഒരു 55 വയസ്സ് 60 വയസ്സിലായ. ഇപ്പോഴും ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ കുടുംബത്തിന്റെ ചുമതലയൊക്കെ നോക്കി നടത്തുക, അല്ലെങ്കിൽ എന്താണ് അന്നേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് അതിന് കുറച്ച് കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസം കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഭാഗ്യാനുഭവങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ പറ്റും കേട്ടോ. കുംഭരാശി അവിട്ടം വര ചതയം പോരുട്ടാതി മുക്കാലടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം അല്ലെ. അപ്പൊ കുംഭരാശിക്കാർക്ക് ഈ ജനുവരി 2025
എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക അല്ലേ? പൊതുവെ നോക്കിയാൽ ശനിയും ശുക്രനും കൂടി ഒന്നിച്ച് വെക്കുമ്പോൾ നമുക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യത്തിനും അതുപോലെ തന്നെ മനസ്സിനും ജോബിനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ സമയമാണ്. ബുധനാണെങ്കിൽ 11, രാഹു 2, വ്യാഴം 4, കുജനാണെങ്കിൽ 6 നിൽക്കുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് എന്നിരുന്നാലും വലിയ തരത്തിലൊരു പ്രൊമോഷന് അതൊന്നും ആഗ്രഹിക്കേണ്ട കേട്ടോ. അത് അത്ര സാധ്യതയല്ല. ചെറിയ തരത്തിലുള്ള പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത. ഒരു വലിയ പ്രൊമോഷന് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ജോലിയിൽ നിന്ന് വലിയ ജോലിയിലേക്ക് കിട്ടുക, അതൊന്നും ചിലപ്പോൾ കിട്ടുന്നില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു തരത്തിലൊരു മാറ്റം നമുക്ക് അനിവാര്യമായി വരുന്ന സാഹചര്യമായിട്ട് വരാം. സ്ഥലമൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലമൊക്കെ മാറാൻ യോഗമുള്ള സമയമാണ്. ഈ മാസം നമുക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയം തന്നെ. ശുക്രൻ ഒന്നിൽ നിൽക്കുന്ന സമയമാണ്. കടങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുണ്ട്, സഹായങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്, നമുക്കൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ജോലി ലഭിക്കാൻ യോഗമുണ്ട്. എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ടൊരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും വർക്ക് കിട്ടാനൊക്കെ ജോബുള്ള സമയം നമുക്ക് ഇൻകം ജനറേഷൻ പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് കുംഭരാശിയെ സംബന്ധിച്ച് കേട്ടോ. അടുത്ത നമ്മൾ ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കി കഴിഞ്ഞാൽ രാഹു 2 നിൽക്കുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അപ്പോൾ പോയി വീട്ടിൽ സംസാരിച്ചാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നവരാണെങ്കിൽ അത്ര ഒരു നല്ല വിവാഹം നടക്കില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു പൂർണ്ണ മനസ്സോടെ അത് സമ്മതിക്കും എന്ന് വിചാരിക്കല്ലേ. അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഇനി അതല്ല, പ്രണയികൾക്കിടയിൽ തന്നെ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ദർ ഈസ് എ ചാൻസ്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. ജാഗ്രത ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ടാണ് ജാഗ്രത. ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ചില വിവാഹത്തിനൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു മാസം നിങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. ജീവിത പങ്കാളികൾ തമ്മിലായാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈ മാസമായിരിക്കും. തൻ്റെ പങ്കാളിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അടുത്ത സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശുക്രൻ ഒന്നൊക്കെ സമയം പൊതുവെ നല്ല നമുക്ക് റിലാക്സേഷൻ ഒക്കെ കിട്ടുന്ന സമയം, ഒരു എനർജി ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നല്ല നടക്കും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. വെച്ചാൽ അയ്യോ എൻ്റെ കാലത്ത് മൊത്തം ദുഃഖങ്ങളും വിഷമവും സങ്കടവും മാത്രമേ ഉള്ളല്ലോ എന്ന് ഓർത്ത് നിൽക്കുന്നവർക്ക് ഈ ഒരു മന്ത് എന്ന് പറയുന്നത് എനിക്കൊരു റിലാക്സേഷൻ എങ്കിലും കിട്ടും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ജനുവരി 2025 എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചോളം കുംഭരാശി ജനിച്ച. അടുത്ത വിദ്യാർത്ഥികളെ സമയം നോക്കുകയാണെങ്കിൽ അനുകൂലമായ സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ യോഗമുള്ള സമയമാണ്. ആഗ്രഹിച്ച ഒരു സ്കൂള്, അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കോഴ്സ്, അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ തലയൊരു മാർക്ക്, അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ ആ ഒരു ക്ലാസ്സസ് ഒക്കെ കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഫാക്കൽറ്റിയെ ലഭിക്കുക, ഒരു മെന്ററിനെ കിട്ടുക, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് കിട്ടുക, അല്ലെങ്കിൽ ആഗ്രഹിച്ച തരത്തിൽ ലോൺ കിട്ടുക, അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലോ എവിടെയാണോ പഠിക്കുന്നത് ആ ഒരു നമ്മുടെ ആഗ്രഹം പോലെ നടക്കാനൊക്കെ യോഗമുള്ള സമയമാണ് കേട്ടോ പൊതുവെ നോക്കിയിട്ട്. അതുപോലെ തന്നെ ആരോഗ്യ സമയം നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് പൊതുവെ ഒരു ഉന്മേഷം നിറഞ്ഞൊരു മാസമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു മാസമാണ് ജനുവരി 2025 എന്ന് പറയുന്നത് കേട്ടോ. അടുത്തൊരു 55 വയസ്സ് 60 വയസ്സ് മുകളിലോട്ടുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജന്മശനിയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ ഒക്കെ കിട്ടുന്ന സമയം, കുറച്ച് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ യോഗമുള്ള സമയം തന്നെയാണ്. ഓക്കെ, അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഹ്യൂജ് ആയിട്ടൊന്നും പ്ലാൻ ചെയ്യണ്ട കേട്ടോ. ആ ഒരു മയത്തിലൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയ വലിയ പ്രശ്നങ്ങളാ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഒരു ഭയങ്കര വലിയൊരു കാര്യങ്ങളൊന്നും എടുത്തു വെക്കണ്ട ഇപ്പൊ കയ്യിലോട്ട്. സോ വലിയ പ്ലാനൊന്നും വേണ്ട, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസും വേണ്ട. സോ അതൊക്കെ ഒന്ന് നമുക്ക് ടൈം വരട്ടെ, നല്ല നല്ല ടൈം വരുമ്പോൾ പറയാം, നേരെ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ പ്ലാൻസ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് ചെറിയ പ്രോഫിറ്റുകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്കറിയാം റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ സക്സസ് തരാൻ സാധിക്കില്ല. പക്ഷെ ആ റിസ്ക് എടുക്കുന്നതിലും നമുക്കൊരു കാര്യമുണ്ട്. എപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ ചില സമയത്ത് എടുത്താൽ അത് പെട്ടെന്ന് നടക്കും. ചില നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും ചില നോട്ടുകൾ, പൈസ തന്നെയായാലും ചില ആളുകളുടെ കയ്യിൽ നമുക്ക് കിട്ടുന്ന ഒരു ലക്കാണ് അല്ലെ. നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് കിട്ടും നമുക്ക് ഒരു ലക്കായിട്ട് നമുക്ക് തോന്നുന്നു നമ്മളങ്ങ് മാറ്റി വെക്കുന്ന നോട്ട്സ് ഉണ്ടാവാം. ഇങ്ങനെ ചില വസ്തുക്കൾ നമ്മുടെ കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഭാഗ്യമായിട്ട് കിട്ടുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടാവുന്നവരുണ്ടാവാം. സോ അതുപോലെ തന്നെ റിസ്ക് എടുക്കണമെങ്കിലും അതിനനുകൂലമായി നമുക്ക് ആ റിസ്ക് എടുക്കാനുള്ള പ്രാപ്തിയുള്ള ടൈമിൽ പോയി എടുക്കണം. ഓക്കെ, ഇപ്പം ഉണ്ടാവുന്ന ഒരു കുഞ്ഞിനോട് പോയി 50 കിലോ ഫയർ എടുക്കാൻ പറഞ്ഞാൽ എടുക്കുവോ? ഇല്ല.
അല്ലെ? അതിന് ട്രെയിനിങ് ഒക്കെ ചെയ്തവരാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ, അതിനുള്ള പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? 50 കിലോ എടുക്കും. സോ എപ്പോഴാണ് നമുക്ക് ആ റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി വരുന്നത്, ആ ടൈമിൽ നമ്മൾ എടുക്കുക. ഓക്കെ, അല്ലാത്ത ടൈമിൽ പോയി നമ്മൾ എന്ത് ചെയ്യണ്ട, ആ റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട. സോ ഇപ്പൊ നമ്മൾ റിസ്ക് എടുക്കണ്ട വെച്ചിട്ട് ചെറിയ തരത്തൊക്കെ എടുത്തു, വലിയ റിസ്ക് എടുക്കണ്ട, വലിയ പ്ലാൻസിലേക്ക് പോകണ്ട, വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സോ അത് ശ്രദ്ധിച്ചത് മനസ്സിലാക്കി അതിന്റെ രീതിയിൽ നിങ്ങൾ നോക്കി കണ്ട് മുമ്പോട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ യാത്രകളൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. കൂടുതലും ക്ഷേത്ര ദർശിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബെറ്റർ ടൈമാണ്. സോ ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ അനുകൂലമായ സമയമാണ് കേട്ടോ. സോ ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ സീനിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. പൊതുവെ ഇത്ര കാര്യങ്ങളൊക്കെയാണ് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. സോ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത്, അല്ലെ? മീനരാശിക്കാരോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഓക്കെ, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ആദ്യം പറഞ്ഞ് നിരാശപ്പെടുത്തല്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മീനരാശിക്കാരെ കുറിച്ച് പറയാം. ഈ ഒരു മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ജനുവരി പുതുവർഷമാണ്, അല്ലെ? അപ്പൊ പുതുവർഷത്തിൽ ആദ്യത്തെ മാസമാണ്. നമുക്കറിയാം തുടക്കം എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാൻ നോക്കണ്ട നിങ്ങൾക്ക് ഈ ബന്ധം ആവട്ടെ, പയ്യെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്, അത്ര അനുകൂല ടൈമല്ല. വ്യാഴം എന്ന് പറയുന്നത് 3 വക്കത്ത് നിൽക്കുന്ന സമയമാണ്. കുറച്ച് നീചത്തിലാണ്, പക്ഷെ നമുക്ക് എന്താണ് വക്രമുണ്ട് 4. അതുപോലെ ബുധൻ 10ാം ഭാവത്തിലാണ് നിൽക്കണേ. 4 ജനുവരി മുതൽ 24 ജനുവരി വരെ. സൂര്യൻ മകരത്തിൽ നിൽക്കുന്നത്, ശുക്രനും ശനിയും കൂടി യോഗം ചെയ്യുന്നത് 12 നിൽക്കുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, പ്രൊഫഷണൽ ലൈഫിലോ സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ ബുധനാണ് ഈ മാസത്തിൽ നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ബുധന്റെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മാസം തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. 10ലെ ബുധൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പദവി, അതുപോലെ തന്നെ ജോലി, പ്രവർത്തനം, അതിനെയൊക്കെ ലാഭം തരിക, അതിൽ നിന്നൊരു ബുദ്ധിപരമായ കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുക, അതൊക്കെയാണ്. പക്ഷെ നമുക്ക് ജോലിയായാലും ഏതായാലും വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല. ജോലിയിലായാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശനി 12ലാണ് നിൽക്കുന്ന ഓർമ്മ വേണം. ശനിയിൽ 12 നിൽക്കുമ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞപ്പോൾ പിടിച്ചു വലിക്കും. നീ ഇപ്പം മുമ്പോട്ട് പോകണ്ട, ഇച്ചിരി പുറകോട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു മുമ്പോട്ട് എത്തിയും തോന്നിയോ ഇച്ചിരി പുറകോട്ടങ്ങ് വലിക്കും. ഇങ്ങനെ വലിച്ച് കടങ്ങാൻ ശനിയുടെ കൈ പിടിച്ചേക്കുക. നമ്മളങ്ങ് ഓടാൻ സമ്മതിക്കില്ല, നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും പുറകിൽ നിന്ന്. അതുപോലെ തന്നെ ശുക്രൻ 12 നിൽക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെലവുകളുണ്ട്. ആ ചെലവുകൾ നല്ല ചെലവുകളാക്കി മാറ്റാനുള്ള യോഗമുണ്ട്. സോ ആ ചെലവുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ഷോർട്ട് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ആ ചെലവുകൾ ആ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് മാറും കേട്ടോ. സോ അതൊക്കെ എന്ത് കാര്യം വരുമ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ പുറകിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, ചെറിയൊരു വലിയ ഉണ്ടാവും പുറകിൽ നിന്ന്. സോ അത് മനസ്സിലാക്കി മുന്നോട്ട് വലിക്കുക. ഇങ്ങോട്ട് 5 വലിക്കുമ്പോൾ അങ്ങോട്ട് 10 ഇട്ട് വലിക്കുക. അപ്പൊ നമുക്ക് ഇച്ചിരി മുമ്പോട്ട് കയറാൻ പറ്റും. സോ വർക്ക് ഹാർഡ്, നല്ല രീതിയിൽ കഠിനമായിട്ട് അധ്വാനിക്കുക. നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കഠിനാധ്വാനം ചെയ്തേ പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ കുടുംബത്തെ നോക്കുകയാണെങ്കിലും നമ്മളെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഇച്ചിരി പയ്യൊക്കെ വന്നേ. ഇപ്പൊ പ്രണയത്തിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ, അതുപോലെ തന്നെ വീട്ടിലുള്ള വാക്കുകളൊക്കെ ആയാലും അതൊന്നും പയ്യെ ഒത്തിരി ധൃതി പിടിക്കൊന്നും വേണ്ട. ഓക്കെ, ഒരു എല്ലാവരും സ്ലോയി പോയ വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. അതുപോലെ നമുക്കറിയാം 2 കൈയും കൂട്ടിമുട്ടിയാൽ മാത്രമേ ശബ്ദമുള്ളൂ. സോ അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തയുണ്ട്, എപ്പോൾ ഈ പ്രശ്നങ്ങൾ തീരും, എന്നാണ് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടുക, അല്ലെ എന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ച് എനിക്കൊന്ന് ചിരിക്കാൻ സാധിക്കാം എന്നൊക്കെ ചിന്തിക്കുക. എപ്പോഴും ചിന്തകളൊക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ലോഡും കൂടും. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നതാണെങ്കിൽ നമുക്ക് വർക്ക് ബിസി കൂടും. ഓക്കെ, നമുക്ക് ഫാമിലി ലൈഫ് കുറച്ച് ഫാമിലിയിലേക്കുള്ള ടൈം ചിലപ്പോൾ കുറയും. ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും വർക്ക് സ്പേസിലായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു അഡ്വൈസ് മെന്ററിനോടോ അല്ലെങ്കിൽ എക്സ്പെർട്ടിനോട് ചോദിച്ച്, നമ്മളെയും കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ് അല്ലേ, അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായാലും എന്തൊരു കാര്യത്തിൽ പോകുമ്പോൾ വിദ്യാർത്ഥികൾ സംബന്ധമായിട്ട് പോകുമ്പോൾ കേട്ടോ, സ്വയമേ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് പറ്റുമെന്ന് പറഞ്ഞില്ല, തെറ്റുപറ്റാം. എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കണേ, നമ്മൾ അഡ്വൈസ് എടുക്കുക. ഓക്കെ, ഇന്നിപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നല്ല തീരുമാനം. പക്ഷെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഒരു നല്ല കരിയർ ഗൈഡിന്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കാം. അല്ലാതെ ഒരു കരിയർ ഗൈഡ് വരെ ഇന്ന കോളേജ് ഇത് പഠിച്ചോളാൻ പറയും. എന്നുവെച്ചൊരു മാർക്കറ്റിംഗ് വിഭാഗത്തിൽ നിൽക്കുന്നതല്ല, എല്ലാവരും ജെന്യൂൻ ആയിട്ട് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട,
നിങ്ങൾക്കൊരു കോഴ്സ് എടുക്കാൻ താല്പര്യം ആ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരായിട്ടോ ആ കോഴ്സ് എടുത്ത് പഠിച്ച് കഴിഞ്ഞവരായിട്ട് ചോദിക്കുക, എങ്ങനെയുണ്ട് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയുണ്ട്, അവസരങ്ങളുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് രീതികൾ, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിലൊക്കെ തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ ഒരു കോളേജിൽ പോകണം, ആ കോളേജിനെ കുറിച്ച് നന്നായി പഠിക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക്സ് റിവ്യൂസ് ഒക്കെ നോക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ മനസ്സിലാക്കി കുറച്ചുകൂടി എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല എന്നൊരു ബോധ്യം നമുക്ക് വരുത്തിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഒരു കോളേജിലോട്ട് പോകുമ്പോൾ ഒരു ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാഹനമൊക്കെ കൈകാര്യം ചെയ്തവരൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. ശ്രദ്ധിച്ചു പോവുക, വേഗതയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് പയ്യെ പോവുക കേട്ടോ. നമ്മൾ നാളെ എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആയാലും ആരും ആയിരിക്കാം, പക്ഷെ എന്താണ് കുറച്ച് വേഗതയൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ പോവുക കേട്ടോ. ചിലപ്പം എന്നാൽ എന്തിനാ നമ്മൾ കാരണം വേറൊരാൾക്ക് ആപത്ത് വരുത്തേണ്ട ആവശ്യമില്ല, നമുക്കും വരേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 55 വയസ്സ് 60 വയസ്സ് മുകളിലോട്ടുള്ളവരെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവെ എന്താണ് ആത്മീയ യാത്രകളൊക്കെ പോകാൻ നല്ല സമയമാണ്. ആത്മീയ യാത്ര, ക്ഷേത്ര ദർശനമൊക്കെ ആയിട്ട് പോകാനൊക്കെ ഉത്തമമായിട്ടുള്ള ടൈമാണ് കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ ടൈം കൂടുതലും ക്ഷേത്ര ദർശനത്തിനൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. അപ്പോൾ പൊതുവെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മീനരാശിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, ഒത്തിരി പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നർത്ഥം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയതിന് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിതത്തിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടോ. എല്ലാവർക്കും നല്ലതിന് സംഭവിക്കട്ടെ കേട്ടോ. ഇത്രയൊക്കെയാണ് എന്താണ് രാശിഫലങ്ങൾ എന്ന് പറയാം. അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ്, നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മുടെ പേര്, നക്ഷത്രം താര കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം പേരും നക്ഷത്രവും കൃത്യമായിട്ട് കമൻറ്റ് ഇടുക, നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പവർ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞു, അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ അതായത് പ്രിഡിക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നം കൂടി എടുത്ത് നോക്കുക. നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ. ചന്ദ്രനെ മനസ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു അതിനെ കഴിഞ്ഞ് കൂടുതൽ നമ്മൾ ലഗ്നം കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പ്രിഡിക്ഷൻ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി അക്യുറസി ആവുക. പിന്നെ ഈ പ്രിഡിക്ഷൻസിന് മാറ്റം വരുന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ, മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി, നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുക വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമൺ പ്രെഡിക്ഷനാണ്. സോ അതൊരു 50% ഒക്കെ നമുക്ക് എന്താണ് അക്യുറേറ്റ് ആക്കി വരാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മുടെ സാഹചര്യങ്ങൾ, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ, നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ, അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്താണോ സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ദശയാണ് നടക്കുന്നത്, ദശാനാഥ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നെ മൊത്തത്തിലുള്ള അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് കോമണിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക. അതല്ല നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ്, നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു പ്രിഡിക്ഷൻ എടുക്കുക. നമ്മുടെ പ്രിഡിക്ഷൻ എന്താണ്, നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. പിന്നെ കൃത്യമായ ഈശ്വര പ്രാർത്ഥന അതെല്ലാ രാശിക്കാരും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രാവിലെയും വൈകിട്ടും പറ്റില്ലെങ്കിൽ ഒരു നേരമെങ്കിലും എന്ത് ചെയ്യുക, വിളക്ക് കത്തിച്ച് എല്ലാവരും കൂടി ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ 2024 നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 25,000 ആയി, ഇപ്പം 25,000 സബ്സ്ക്രൈബ് ആയപ്പം ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പ്ലാനിങ് ആണ് പവർ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പുതിയൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും, ഇതിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ, ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്നിങ്ങനെ ചുരുങ്ങിയിരിക്കുക നമ്മളുടെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ലേ, ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ്. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ്, അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന തൊഴിൽ, അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ്, സ്റ്റുഡൻസ് ലൈഫ്, ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക. ഓക്കെ, പവർ ക്ലബ്സ് എന്ന് പറയാം, നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും ഇങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ്ബ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന്
ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും. ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിയുമ്പം ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. അപ്പം പവേഴ്സ് ക്ലബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും, നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടിക്കുക, നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ്, നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം, ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്ന് വെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡൻസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കുന്നത്. അപ്പം എന്താണ്, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാം, പവേഴ്സ് ക്ലബ്ബിൽ കാണാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ.